രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളുടെ മറവിൽ ഭാരതത്തെ അപകീർത്തിപ്പെടുത്താനും കലാപം അഴിച്ചുവിടാനും പാകിസ്ഥാൻ നടത്തുന്ന വൻ ഗൂഢാലോചന പുറത്ത്. നൂറുകണക്കിന് വ്യാജ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഭാരത വിരുദ്ധ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ അട്ടിമറി നീക്കങ്ങളുടെ ഉറവിടം കണ്ടെത്തി പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ അരങ്ങേറിയ അക്രമങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സൈബർ ശൃംഖലകളുടെ പങ്കാളിത്തം തെളിയുന്നു. ഭാരതത്തിൽ അരാജകത്വം സൃഷ്ടിക്കുവാനും രാജ്യത്തിന്റെ പ്രതിച്ഛായ ലോകത്തിനു മുന്നിൽ മോശമാക്കുവാനും പാകിസ്ഥാൻ വൻതോതിൽ പണമൊഴുക്കി ഡിജിറ്റൽ പ്രചരണം നടത്തുകയാണ്. ISIയും പാക് അനുകൂല ഹാൻഡിലുകളും നൂറുകണക്കിന് വ്യാജ അക്കൗണ്ടുകൾ വഴി തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങളും വ്യാജ ശബ്ദരേഖകളും പ്രചരിപ്പിക്കുകയാണ്. ഡൽഹി പോലീസിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പേരിലടക്കം വ്യാജ പ്രസ്താവനകൾ ചമച്ച് അക്രമികൾക്ക് ഊർജം പകരാനാണ് ഇവർ ശ്രമിച്ചത്. പരീക്ഷാ തട്ടിപ്പിനും നീറ്റിനുമെതിരെയുള്ള പ്രതിഷേധമെന്ന വ്യാജേനെ രംഗത്ത് വന്ന പ്രക്ഷോഭകർക്ക് പിന്നിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ടെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉറപ്പിക്കുന്നു. രാജ്യത്തിനകത്തുള്ള ചില അട്ടിമറി സംഘങ്ങളെ കരുവാക്കിയാണ് പാകിസ്ഥാൻ ഈ നിഴൽ യുദ്ധം നയിക്കുന്നത്. ഗൂഢാലോചന വെളിച്ചത്ത് വന്നതോടെ ഇത്തരം പാക് ഹാൻഡിലുകൾ നിരോധിക്കുവാനും വ്യാജ സന്ദേശങ്ങൾ നീക്കം ചെയ്യുവാനും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം സൈബർ സെല്ലും നടപടി ഘടിപ്പിച്ചു. വിദേശത്ത് നിന്ന് പണവും വ്യാജ പ്രചാരണങ്ങളും ഒഴുക്കി ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സർക്കാരും വ്യക്തമാക്കി. ജനം, ഡൽഹി.